ഹലോ. ഇന്ന് മലയാളികൾക്ക് ഏറെ പരിചിതനായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ഇന്ന് ചാനലിലോട്ട് ലഭിച്ചിട്ടുള്ളത്. എതിരൻ കതിരവൻ സാറിന്റെ ഒരുപാട് എഴുത്തുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അതേപോലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ് അദ്ദേഹം. JNUവിൽ നിന്ന് സെൽ ബയോളജിയിൽ PhD കംപ്ലീറ്റ് ആക്കി US എത്തി. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ചർ ആയിരുന്നു. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്ന് സീനിയർ സയന്റിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോഴും എഴുത്തുമായിട്ടും അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചും എല്ലാം മുന്നോട്ട് പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. ലെറ്റ്സ് സീ ഹൗ ദ കോൺവെർസേഷൻ ഗോസ്. സർ, വെൽക്കം. താങ്ക് യു. ഓക്കെ. എന്റെ ഒരു ഓഡിയൻസ് ആയിട്ടുള്ളത് സാറിനോട് മുമ്പ് പറഞ്ഞതുപോലെ പാരന്റ്സും സ്റ്റുഡൻസും എല്ലാം ആണ്. റൈറ്റ്. ജനറലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് തുടങ്ങാം. And then let's see where the conversation keeps us going, right? കുട്ടികളുടെ ഒരു ടാലന്റ് എത്രത്തോളം അവരുടെ ഒരു ജെനറ്റിക്സ് സാറിന്റെ ഒരു ഏരിയയാണ്. ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ആൻഡ് ഹൗ മച്ച് നേർച്ചറിങ് പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള, അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് അവരെ ഷേപ്പ് ചെയ്യുന്നത്, വിച്ച് ഈസ് മോർ പ്രോമിനന്റ് ഓർ വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? അങ്ങനെ ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വയ്യ. രണ്ടും അത്യാവശ്യമാണെന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പം നർച്ചറിങ്, ചോദിച്ച പോലെ നർച്ചറിങ് ഒരു വലിയൊരു കാര്യമാണ് ഇതിൽ. ഹൗ എ ടാലൻറ്റ് കുഡ് ബി ഡെവലപ്ഡ് ആൻഡ് നർച്ചേർഡ് എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതിന് പേരൻസ് ഇല്ലെങ്കിൽ we won't even know. If I am a student, I won't even know that I have talent. If I won't even know that I have intelligence. അപ്പോൾ നർച്ചറിങ് ഒരു പ്രധാന കാര്യമാണ് ആ കാര്യത്തിൽ. പക്ഷെ നർച്ചറിങ് ഒരു അത്ര എളുപ്പമല്ല അത്. കാരണം ഇറ്റ് ക്യാൻ ഗോ ഓവർ ബോർഡ്. ഇപ്പോൾ കുട്ടി ഇൻ്റലിജൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നവർ they may overdo എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ഓവർഡു ചെയ്ത് ആ കുട്ടിയെ പരിഭ്രാന്തിയിലാക്കുക. ഹി മേ നോട്ട് ഈവൻ ലൈക്ക് ഇറ്റ് ആഫ്റ്റർ എ വൈൽ. കാരണം ഒരു കുട്ടി എന്നുള്ള ആ കാലഘട്ടത്തിൽ കളിച്ചു വളരേണ്ടതാണ്. സോ അപ്പോഴവിടെ ഒരു ബാലൻസ് നിർമ്മിക്കുക എന്നുള്ളത്, ദ പേരൻസ് ഷുഡ് നോ ദാറ്റ് ദേ ഹാവ് ടു കീപ് എ ബാലൻസ് ദെയർ. കുട്ടികൾ കളിക്കാനുള്ളവരും കൂടിയാണ്, അവർ പാട്ട് പാടാനും സിനിമ കാണുന്നു ചെയ്യേണ്ടവരാണെന്ന് ഉള്ള രീതിയിൽ നർച്ചറി ചെയ്തില്ലെങ്കിൽ ഇറ്റ് മേ ലൈഫ് ഫ്ലാറ്റ് ഓൺ ഹിം ഓർ ഹർ. അതൊരു പൊട്ടൻഷ്യലായിട്ടൊരു ഡേഞ്ചറാണ് അവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നർച്ചറിൻ്റെ കാര്യമുണ്ട്. ഇപ്പം ടാലൻ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, അവനവൻ തന്നെ അറിയണം ടാലൻ്റ് ഉണ്ടെന്നുള്ളത്. അത് നർച്ചറിങ് കൂടെയാണ്, അല്ലെങ്കിൽ ഒട്ടും അറിയാതെ പോകും എന്നുള്ളതാണ്. ഈ ടാലന്റ് ഉണ്ടാവുന്നത് സ്വയം അറിയണം എന്നുള്ളത് ഇപ്പോൾ സാറ് പറഞ്ഞു. പ്രോബ്ലി സമ്മൺ ഹാസ് ലിറ്റററി ടാലന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ടാലന്റ് ഉണ്ടാവാം, മാത്തമാറ്റിക്കൽ ടാലന്റ് ഉണ്ടാവാം. വാട്ട്സ് ദാറ്റ് വൺ അഡ്വൈസ് ദാറ്റ് യു വാണ്ട് ടു ഗിവ് ടു പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്, ലൈക്ക് ഹൗ ടു ഫൈൻഡ് യുവർ ടാലന്റ് എന്നുള്ളത്? അത് സ്കൂളിൽ വെച്ച് തന്നെ അറിയാം. ഈവൻ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ അറിയാം. കാരണം പ്രീ സ്കൂളിലെ കളികളിൽ എന്ത് ചെയ്യുന്നു കുട്ടി എന്നുള്ളത് നോക്കിയിട്ട് ടാലൻ്റ് അറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ വായിക്കാനും കാര്യങ്ങൾ കാണാനും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. TV അല്ല, അമേരിക്കൻ TV അനുസരിച്ച് 2 വയസ്സ് കഴിഞ്ഞിട്ട് പോലും TV കാണിക്കരുതെന്നാണ് അമേരിക്കൻ TV. അതൊക്കെ കണ്ണിന് പ്രശ്നം വരും എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് മാറുന്ന ഇമേജുകളാണ് TV TV കാണിക്കാറില്ല. 2 വയസ്സ് വരെ ഒട്ടും TV കാണിക്കരുതെന്നാണ്. അപ്പോൾ പക്ഷെ അവരുടെ പുസ്തകങ്ങൾ കൊടുക്കുക. ഇപ്പോഴീ ഇൻറ്ററാക്റ്റീവ് പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. പുസ്തകങ്ങൾ കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പലതും ചെയ്യാൻ പരിശീലിപ്പിക്കുക അത്യാവശ്യമാണ്. കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിതമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അങ്ങനെ ചലഞ്ചുകൾ എന്നുവെച്ചാൽ കഠിന ചലഞ്ചുകളല്ല, അതിൽ ഇൻവോൾവ് ചെയ്യാവുന്ന ഒരു ഹാബിറ്റാക്കി വളർത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അത് കാർട്ടൂൺ കാണാനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും കുട്ടിയെ ഭക്ഷണം കൊടുക്കുമ്പോൾ കാർട്ടൂൺ കാണിക്കുകയാണ്. ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ പറയുകയാണ്. അവന് റിവാർഡും കൊടുത്തിരിക്കണം. അതിനെപ്പോഴും റിവാർഡ്, അറ്റ്ലീസ്റ്റ് പിന്നെ റിവാർഡ് ഒരു സാധനമായിരിക്കണം എന്നില്ല. അവനെ ഒന്ന് ഹക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് മോനെ നീ നന്നായിട്ട്, അല്ലെങ്കിൽ മോളെ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലാതെ റിവാർഡ് ഒരു മെറ്റീരിയൽ ആയിരിക്കണം നിർബന്ധമില്ല വാസ്തവത്തിൽ. അങ്ങനെ അവരെ ഓപ്പണപ്പ് ചെയ്യാനും അവർക്കൊരു ഫ്രീഡം ഉണ്ടെന്നും അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന കാര്യം എന്നുള്ളതാണ്.
പക്ഷെ നമ്മുടെ ഇന്ത്യൻ രീതിയിൽ വലിയൊരു പ്രശ്നമുള്ളത് വളരെ പെട്ടെന്നാണ് പേരൻസിന് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ താത്തി കെട്ടുന്ന ഒരു പ്രവണതയുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അതാണ് ഞങ്ങളുടെ അമേരിക്കൻ രീതി അനുസരിച്ച് എപ്പോഴും ക്ലാസ്സിലും കോളേജിലും എവിടെയാണെങ്കിലും യു ആർ ഗുഡ്, യു ആർ എന്നേ പറയുള്ളൂ ഏത് ടീച്ചറും. അത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ ബട്ട് യു ക്യാൻ. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. യു ആർ റിയലി ഗുഡ്, വണ്ടർഫുൾ, ബട്ട് ഇറ്റ് കുഡ് ബി ബെറ്റർ. That should be the approach എന്നുള്ളതാണ്. അല്ലെങ്കിൽ their ego will be hurt. അതുപോലെ ഒരിക്കലും ഒരു കുട്ടിയുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളത്. അതൊക്കെ ജസ്റ്റ് ടെൽ ദം ദാറ്റ് യു ക്യാൻ ബി ബെറ്റർ എന്നുള്ളത്. യു ക്യാൻ ബി ബെറ്റർ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് കുഡ് ബി ബെറ്റർ ഓർ ഷീ കുഡ് ബി ബെറ്റർ ഇൻ എവറിഥിങ്. യെസ്. ഇവിടെ ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു എന്ന് പോയാൽ അതെനിക്ക് കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. കണക്കിന് മാർക്ക് കുറഞ്ഞു പോയാൽ അച്ഛൻ വടിയുമായിട്ട് നിൽക്കുന്നത്. തല്ലിയിട്ടില്ല, പക്ഷേ ഐനോ അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത് മാറിയിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു രീതി അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പേരൻസ് ഷുഡ് ബി ദർ ഫ്രണ്ട്സ്. പേരൻസ് ഒരു ഫ്രണ്ടായി മാറുക എന്നുള്ളത് അത്യാവശ്യമാണ്. കുട്ടിയുടെ മനസ്സ് വികസിക്കണമെങ്കിൽ പേരൻസ് ഒരു ഫ്രണ്ടിനെ പോലെയായി മാറുകയാണെങ്കിൽ വളരെ എളുപ്പമായ കാര്യം. ഇവരെ നിയന്ത്രിക്കാനും എളുപ്പമാണ് കാര്യം. പേരൻസ് ഒരു ഫ്രണ്ടായി മാറുക. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിസ്റ്റത്തിലെ പ്രശ്നം സാർ പറഞ്ഞു സ്കൂളിൽ ടാലന്റ് ആ സ്കൂളിലുള്ള ടാലന്റ് കണ്ടെത്തുക എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് പ്രോബ്ലമാറ്റിക് ഹിയർ. കാരണം വളരെ യൂണിഫോം ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു സിസ്റ്റം ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഒരു ടീച്ചിങ് എന്നുള്ളത് ആക്ച്വലി ഇവിടെ ഒരു വളരെ ലോ പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. എസ്പെഷ്യലി വെൻ വി ഗോ ടു പ്രൈവറ്റ് സ്കൂൾസ്, ഒരു ലോ പേയിങ് ജോബ്സ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ഒരു ചേൺ റേറ്റ് വളരെ കൂടുതൽ. അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റുഡന്റിന് ഒരു ഇയർ ത്രൂ പോലും ടേക്ക് കെയർ ചെയ്യാവുന്ന ഒരു ടീച്ചറെ കണ്ടുകിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. സോ ദെൻ ഐ തിങ്ക് ദ റോൾ ഓഫ് പാരന്റ്സ് ഈസ് ലൈക്ക് എ ലിറ്റിൽ മോർ മാഗ്നിഫൈഡ് ഇൻ ദിസ് സിനാരിയോ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ശരിയാണത്. അത് പക്ഷേ അത്ര പെട്ടെന്ന് മാറ്റാവുന്ന ഒരു സിസ്റ്റം അല്ല. അതിന് ഭരണകൂടവും നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്തുചേർന്നെങ്കിലേ പറ്റുള്ളൂ. ഭരണകൂടം പ്രത്യേകിച്ചും. അത് ഇന്ത്യയിലൊരു എളുപ്പമുള്ള സംഗതിയല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രയോറിറ്റി, അവരുടെ മെൻ്റൽ ബാക്ക്ഗ്രൗണ്ടും അത് മാറ്റിയെടുക്കുക എന്നുള്ള എളുപ്പമല്ല എന്നുള്ളതാണ്. പ്രയോറിറ്റീസ് അത് എളുപ്പമല്ല. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊരു ആസ്പെക്ട്, കുട്ടിയെ ഒന്ന് ടി വി കാണിക്കുന്നതിനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. പ്രോബ്ലി ദാറ്റ്സ് അപ്ലിക്കബിൾ ടു മൈ ജനറേഷൻ. ഞങ്ങളോടൊക്കെ ടി വി കാണുന്നതിനെ കുറിച്ചാണ് പാരന്റ്സ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ആക്ച്വലി തിങ്സ് ആർ മൂവ്ഡ്. ഒരു ജെൻ ആൽഫയെ കുറിച്ചും ജനറേഷൻ ബീറ്റയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹു ആർ ഇൻ ടു ഷോർട്സ് ഓർ റീൽസ്. ഇപ്പൊ എന്റെ മോൻ പോലും 6 വയസ്സുള്ള മോന്. അപ്പൊ അവന് ഒന്ന് ഫോൺ എടുത്താൽ ഹി ഗോസ് ടു റീൽസ് ഓർ ഷോർട്സ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ അവരെ ന്യൂറോളജിക്കലി അവരെ എഫക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതില്ലാതെ ഒരു ജീവിതമില്ല. എപ്പോഴും കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ജീവിതമില്ല, സെൽഫോൺ ഇല്ലാതെ ഒരു ജീവിതമില്ല, ടി വി ഇല്ലാതെ ജീവിതമില്ല. കാരണം ടി വി കൂടിയാണ് നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് ഇത്തരം മീഡിയ ഒരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. ബട്ട് വാട്ട് ഈസ് ഹി ഡൂയിങ് ഓർ വാട്ട് ഈസ് ഷീ ഡൂയിങ്, അതാണ് പ്രധാനമായിട്ടും. അത് പേരൻസാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വസ്തുതയിൽ അത്യാവശ്യമാകുന്നുള്ള പേരൻസിന് അതിൻ്റെ വിസ്ഡം ആവശ്യമാണെന്നുള്ളതാണ്. അവരാണ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കേണ്ടതെന്നുള്ളത്. അതിന് സാധ്യതകളുള്ളത് സ്കൂളിലുള്ള ടീച്ചർമാരും പേരൻസിനെ കൺവിൻസ് ചെയ്യേണ്ടതാണ്. അതിനുള്ള ട്രെയിനിങ്ങും ടീച്ചേഴ്സിന് കൊടുക്കേണ്ടതാണ് ഇന്ന രീതിയിൽ എന്നുള്ളത്. അത് അത്ര എളുപ്പമല്ല എന്നുള്ളത്, അത്ര എളുപ്പമല്ല. ചില സ്കൂളുകൾക്ക് അത് സാധിക്കാൻ പറ്റുള്ളൂ, എല്ലായിടത്തും അത് സാധിക്കാൻ പറ്റിയെന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ അതെ. പിന്നെ ഇവരുടെ ഒരു ആക്ച്വലി ഈ പറഞ്ഞതുപോലെ പല ആളുകളും പറയുന്നൊരു കാര്യം, ഇപ്പോൾ റീൽസിലോട്ട് അല്ലെങ്കിൽ ഷോർട്സിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു അറ്റൻഷൻ സ്പാൻ കുറയുന്നു. അത് കുട്ടികളെ ഒരു ഗ്രോത്തിനെയോ അല്ലെങ്കിൽ കുട്ടികളുടെ സാർ ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കിതിരെ അറിയാത്തൊരു ജനറേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. വി ഡോണ്ട് നോ ഹൗ ദേ വിൽ ടേൺ ഔട്ട്. ഒരു ഇപ്പോൾ ഒരു പോസ്റ്റ് 2010 നമ്മളൊരു ജനറേഷൻ വിളിക്കുമ്പോഴും വി ഡോണ്ട് നോ, ലൈക്ക് അങ്ങനെ ഒരു ജനറേഷൻ മുമ്പ് വന്നിട്ടില്ല. സോ വി ഡോണ്ട് നോ ഹൗ ദേ വിൽ ടേൺ ഔട്ട്. സോ ആർ യു optimistic about them or like how do you see that? It depends how you deal with it. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട എനിവേ നമ്മൾ ഡിനേ ചെയ്യാൻ പറ്റുക. സെൽഫോൺ ഈസ് പാർട്ട് ഓഫ് ലൈഫ് എനിവേ. പക്ഷെ അവർക്ക് ടൈം കൊടുക്കേണ്ടതാണ്. യു ഡു this and this and that and then you do your entertainment part of it എന്നുള്ളതാണ്. അത്
എല്ലാം ഒരുപോലെ ഇഫ് യു ഡോണ്ട് ബാലൻസ് ഇറ്റ് അത് അവിടെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് ദ വിസ്ഡം, പേരൻസിൻ്റെ വിസ്ഡം വളരെ പ്രത്യേകിച്ചും ഫോർമാറ്റീവ് ഇയേഴ്സ്, പ്രത്യേകിച്ചും 10 വയസ്സാകുന്നവരെ ദേ ഷുഡ് ബി പേഷ്യൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ പേരൻസിൻ്റെ അതാണ്, ദേ ഷുഡ് ബി വെരി പേഷ്യൻ്റ് എന്നുള്ളതാണ് കുട്ടികളുമായി ഡീൽ ചെയ്യുമ്പോൾ. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവാർഡുകൾ, ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലൈഫ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ദിസ് ഈസ് ഗോയിങ് ടു യുവർ ലൈഫ് ആൻഡ് യു വിൽ ബി ടേക്കിംഗ് ഡിസിഷൻസ് എന്നുള്ളത്. പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് തോട്ട്, ദേ ആർ പ്രൊമോട്ട്, ദേ ആർ ലൈക്ക് നർച്ചേർഡ്. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവരെ പഠിപ്പിക്കണം. വളരെ അത് അത്യാവശ്യമാണ് നമ്മൾക്ക്. അത് എനിക്ക് പോലും ഒരു സാധാരണ ഇന്ത്യൻ പേരൻറ്റ് മാത്രമേ എനിക്ക് പോലും അത് മനസ്സിലായത് ഒരു ഷോക്കോടെയാണ്. കാരണം ഒരു തവണ എൻ്റെ മൂത്ത മകൾക്ക് 8 വയസ്സേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വൈഫുമായിട്ട് അവളുടെ അമ്മയുമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ വരികയാണ്. അപ്പം എൻ്റെ ഭാര്യ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഉടനെ അവൾ പറയാണ്, ഞാൻ ഞെട്ടിപ്പോയതാണ്, ബട്ട് ദാറ്റ് ഈസ് ഓൺലി യുവർ ഒപ്പീനിയൻ. സ്കൂളിൽ നിന്ന് കിട്ടിയത് അവൾ പറഞ്ഞത് ശരിയാണ്. കാരണം that need not be the truth, that need not be the fact, that is just your opinion എന്ന് 8 വയസ്സിൽ പറയാൻ ഉള്ള പ്രാപ്തി ആ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ആ സ്കൂൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഒരു സാധാരണ ഇന്ത്യൻ സ്ത്രീയായ ഭാര്യ ഞെട്ടിത്തെറിക്കുകയാണ്, ദേഷ്യം വരികയാണ്. ഞാൻ പിടിച്ച് അടക്കി നിർത്തേണ്ടി വന്നതാണ്. കാരണം ഒരു ഇന്ത്യൻ പേരൻറ്റിന് ഒരു 8 വയസ്സുകാരി ഇങ്ങനെ പറയുന്നു, ഒരിക്കലും സഹിക്കാൻ വയ്യ. ദാറ്റ് ഈസ് ജസ്റ്റ് യുവർ ഒപ്പീനിയൻ, ദാറ്റ് നീഡ് നോട്ട് ബി ദ ട്രൂത്ത് എന്നുള്ളത്. സോ പേരൻസ് പ്ലീസ് ഗെറ്റ് റെഡി that what you are saying is just your opinion, that need not be the truth എന്നുള്ളത് പേരൻസ് അറിയേണ്ടതാണ് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇത് എല്ലാ സ്കൂളുകളിലും പേരൻറ്റ് ടീച്ചർ മീറ്റിങ്ങുകളുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ദേ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ഇറ്റ്, ദേ ഷുഡ് ബി ഗിവൻ. അതിന് നമുക്ക് ആവശ്യം, നമുക്ക് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തി പേരൻസിനെ എങ്ങനെ മാറ്റിയെടുത്ത് പേരൻസ് വളർന്ന സാഹചര്യമല്ല, ഇത് പുതിയ ലോകമാണിതെന്നുള്ളതും ആ ലോകത്താണ് ഇവരെ കുഞ്ഞുങ്ങൾ വളരുന്നതും ഇൻഡിപെൻഡൻറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ. ഇൻഡിപെൻഡൻറ്റ് തീരുമാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും അവരുടെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് അവർ കോളേജിൽ പഠിച്ചു വരുന്ന ഒരുത്തിക്കായിരിക്കും നമ്മളെക്കാളും കൂടുതൽ സിറ്റുവേഷനെ കുറിച്ച് അറിയാവുന്നത്. സോ their wisdom should be accepted എന്നുള്ളതാണ്. അവരുടെ വിസ്ഡം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ തീരുമാനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. യെസ്, ആൻഡ് ഇഫ് ദേ ആർ ടേക്കിംഗ് ദെയർ ഓൺ പാത്ത് ഇൻ ഫർദർ ലൈഫ്, അതും ഇവിടെ വലിയൊരു കാര്യമാണത്. കാരണം അവരാണ് പിൽക്കാലത്ത് അവർ തന്നെ തീരുമാനം എടുക്കാൻ പോകുക. ഒരു 22-25 വയസ്സാകുമ്പോൾ ഏതായാലും പറഞ്ഞാൽ കേൾക്കാമല്ലോ, നമുക്കറിയാം. ഏതായാലും he or she is not going to listen to us. You better be ready for it too. The parents should be ready for it too. അതെ അവരേതായാലും തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കുട്ടികൾ, വളരെ ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ നർച്ചറിങ് അല്ലെങ്കിൽ ആ ഒരു നോർമലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ നർച്ചറിങ് സംസാരിക്കുന്നു. ആൻഡ് ഡു യു തിങ്ക് ഇപ്പോൾ ഒരു ഓട്ടിസം ഒക്കെ കൂടുതൽ ഒരു ഡിജിറ്റൽ ഓട്ടിസം ഇങ്ങനത്തെ ടേംസ് ഒക്കെ കൂടുതൽ വരുന്നു. ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓർ ഡിസബിലിറ്റീസ് ആക്ച്വലി ഉള്ള കുട്ടികളുണ്ട്. ഇവിടെ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെക്കാനിസംസോ മറ്റു കാര്യങ്ങളൊന്നും like we don't have in place in our schools, or like how to handhold them. What do you think, like ഒരു അമേരിക്കൻ സിസ്റ്റത്തെ അടുത്തറിഞ്ഞ് കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് what should change in that actually? ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ചെറിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഓട്ടിസത്തെ കുറിച്ച് എഴുതുന്ന ആളാണ് പലപ്പോഴും. അതെ, ചെറിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ അതിന് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു മോഡറേറ്റ് ലെവലിലാണെങ്കിൽ അവർ എൻകറേജ് ചെയ്യുന്ന സാധാരണ കുട്ടികളോട് പോയി ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓട്ടിസം, പ്രത്യേകിച്ച് ഓട്ടിസത്തിൽ മിക്കവാറും ഓട്ടിസംകാർക്ക് വേറെ എന്തെങ്കിലും വലിയൊരു ടാലൻറ്റ് കാണും ഏതോ ഒരു കാര്യത്തിൽ. മേ ബി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം അത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിരിക്കാം. പല ഓട്ടിസംകാർക്കും മാത്തമാറ്റിക്കൽ സ്കില്ലോ അപാരമാണിത്. സോ ജസ്റ്റ് സപ്പോർട്ട് ദം ആൻഡ് ചാനലൈസ് ദം ഇൻ ദാറ്റ് ഡിറക്ഷൻ എന്നുള്ളതാണ് അത്യാവശ്യമാണെന്നുള്ളത്. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ്, സോഷ്യൽ അവയർനെസ് അത്യാവശ്യമാണ് അവിടെ.
അതിനെക്കുറിച്ചുള്ള അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിൻ്റെ അവയർനെസ് വന്ന് സ്പെഷ്യൽ ടീച്ചേഴ്സ് നമുക്ക് വേണം, സ്പെഷ്യൽ സ്കൂളുകൾ അതിന് വേണം എന്നുള്ളതാണ്. They can do really, and some of the celebrities are autistic. Yes, Abraham Lincoln was. Yes, some of the famous Hollywood directors are autistic. Steven Spielberg is autistic. Yes, yes. He had been fighting with his autism, but look where he is. Yes. അതിനുള്ള So it's a system നമ്മൾ ബിൽഡപ്പ് ചെയ്താണ്. Yeah, we can. അവർക്ക് they can be successful in life എന്നുള്ളതാണ് കാണിക്കുന്നത്. Yes. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു അഗെയിൻ നർച്ചറിങ്, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നർച്ചറിങ് എന്നുള്ളത്, റൈറ്റ്? ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വിൽ ഇറ്റ് എഫക്റ്റ് അവർ കിഡ്സ്? ഐ മീൻ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഫ്രം എ സയൻറ്റിസ്റ്റ് പെർസ്പെക്റ്റീവ് ഒരു ഡയറ്റ് അല്ലെങ്കിൽ സ്ലീപ്പ്, എക്സസൈസ്, ഇത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം ഒരു സ്റ്റുഡൻറ്റിൻ്റെ നർച്ചറിങ്? അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിക്ക് they need nutritious food. For sure, they need rest, they need sleep. Yes, it should be balanced ഉള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നുള്ളൂ. ഇവിടെ അതെ, ഇവിടെ കൂടുതൽ ബേക്കറികൾ വന്നു. ഇപ്പം കടകൾ നോക്കിയാൽ അറിയാം, ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ലൈഫ് സ്റ്റൈൽ എന്ന് മാത്രമല്ല, ആൾക്കാരുടെ ഇടയ്ക്ക് ദാറ്റ് ഷുഡ് ബി ദ സ്റ്റൈൽ എന്ന് വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. യെസ്, എന്ന് വരെ വന്നിട്ടുള്ളതാണ്. അത് തീർച്ചയായും എഫക്റ്റ് ചെയ്യും. ഈ ന്യൂട്രീഷൻ തീർച്ചയായും എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. ദേ വിൽ ഹാവ് മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ലിവറിനോ കിഡ്നിക്കോ ഉള്ള പ്രശ്നങ്ങൾ, പാൻക്രിയാസിനുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് വളരെ പതുക്കെ നീങ്ങിയെന്നിരിക്കും. തീർച്ചയായിട്ടും നീങ്ങിയെന്നിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചാണ്. കാരണം പേരൻസിൻ്റെ തന്നെ ധാരണ, ഇഫ് ഐ ബൈ എക്സ്പെൻസീവ് ഫുഡ് ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ എന്നാണ്. നോ, ഇറ്റ്സ് നോട്ട് ദ എക്സ്പെൻസ്, ഇറ്റ്സ് നോട്ട് ദ മണി വാല്യൂ, ഇറ്റ് ഈസ് സംതിങ് എൽസ് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ എളുപ്പമല്ല, ഒരു സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ല. വി ആർ മൂവിങ് റിയലി ഫാസ്റ്റ്. ലോകം വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകണം, പണ്ടത്തെ പോലെയല്ല. ടൈം, ഞാൻ പലപ്പോഴും ഇപ്പോൾ പറയാറുണ്ട്, ടൈമിനുള്ള ഡയമെൻഷൻ ഓഫ് ടൈം. when I was young, 1 hour was really long. 1 hour was really long. Now 1 hour is very short because through these devices you're communicating with the whole world. Yes. So the time has shrunk right now. While devices have actually helped us communicate and other things, is it making us intellectually obese? Nice term, intellectually obese. That could be, yes, because there are tons of things you can get. And now നമ്മളെ പ്രത്യേകിച്ച് കുട്ടികൾ, they are getting stimulated too much. Their brain is not ready to get stimulated too much. But now they have so many games to play, so many things to do. Especially they're getting rewards actually every second. They are much more stimulated than us. Especially in my case. I even belong to another generation. അപ്പോൾ ഓവർ സ്റ്റിമുലേഷൻ ഓഫ് ദ ബ്രെയിൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. യെസ്, അതിന് എന്താണ് സൊല്യൂഷൻ ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഇല്ല വാസ്തവത്തിൽ. ദ ബ്രെയിൻ ഈസ് തീർച്ചയായിട്ടും ബീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ? മേ ബി specifically there is an overstimulation of the brain. Okay, I use the word obese specifically because ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച we did a social experiment. Okay. We went to Calicut Beach where KLF is happening. We asked students what's 1/2 plus 1/4. എന്താണ് അരയും കാലും? Most of the students couldn't answer that. The high school students couldn't answer that. Yes, it's very interesting thing. അതായത് 1/2 plus 1/4 എന്നുള്ള simple calculation they are not able to do in their brains. Which means that like they അങ്ങനൊരു നീഡ് എന്ത് ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസന്റ് അറൈവ്ഡ്. ഈ നീഡ് വരാത്തത് അൾട്ടിമേറ്റ്ലി ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള കാര്യം, പ്രോബ്ലി യു ക്യാൻ എക്സ്പ്ലെയിൻ ബെറ്റർ. ഞാൻ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. റൈറ്റ്, നമ്മൾ ബ്രെയിനിനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് വി മൈറ്റ് ഗെറ്റ് ബെറ്റർ എന്നുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, there might be multiple reasons for that. One may be use of devices and all. The other may be our academic system is not rigorous enough to make them think. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു റീസൺ എന്നുള്ളത്. Will it actually affect them in future? I really fear it will affect our children in future. It may affect because
those who can do it will go further ahead. Yes. So if you are not trained in that one, you will have an disadvantage. Disadvantage. തീർച്ചയായിട്ടും അരങ്കാലം കുട്ടിയെ മുക്കാലാണെന്ന് അറിയാവുന്നതിന് മുമ്പിൽ നിന്നിരിക്കും, അറിയാൻ വയ്യാത്ത ആൾ പുറകെ നിന്നിരിക്കും എന്നുള്ളത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ചലഞ്ച് കൊടുത്തിട്ടില്ല, അവർക്ക് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, അതെ കുട്ടികളുടെ കുഴപ്പമല്ല. ഈവൻ കോളേജ് പാസ്സായി വരുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് മഹാമോശമാണ്. വെറുതെ ഇപ്പോൾ പാലായിൽ, ഞാൻ പാലക്കാരനാണ്, പാലാ സെൻറ്റ് തോമസ് സ്കൂളിൽ എൻ്റെ ബന്ധുക്കാർ പിള്ളേർ സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്ന് ഡിഗ്രി എടുത്ത് വരുന്നവർക്ക് ഇംഗ്ലീഷ് ഒരു ചുക്കും അറിയാൻ വയ്യ എന്നുള്ളതാണ്. ഞങ്ങളുടെ കാലത്ത് ഇംഗ്ലീഷ് അറിയുന്ന കാലം വി ആർ നോട്ട് എക്സ്പോസ്ഡ്. ഇന്നത്തെ കാലം അതല്ല, ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവരൊക്കെയാണ്. പാലായിൽ നിന്ന് BSc പാസ്സായ പിള്ളേർക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയാൻ വയ്യ എന്നുള്ളത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മാത്രം കുഴപ്പമല്ല, എല്ലാവരുടെയും കൂടിയാണ്. സൊസൈറ്റിയുടെ ഇഷ്യൂ ആണത്. അതാണ് മാറേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവരും ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നിയിട്ടുള്ള റീസൺ ഒന്ന്, നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈക്ക് വി ഓൾ നോ ദാറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മേ നോട്ട് ബി ദ ബെസ്റ്റ് ഫോർ അവർ കിഡ്സ്, ബട്ട് അതിൽ പോലും എന്തില്ല, ഈവൻ ഇൻ അവർ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് അക്കാഡമിക് റിഗർ. ഒരു ഇപ്പോ ഈ അടുത്ത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നമ്മുടെ നാട്ടിൽ നടന്നു. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതില് അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇറ്റ്സ് ഓൾറെഡി ലീക്ഡ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ദ സെയിം പാറ്റേൺ വിൽ റിപ്പീറ്റ്. ലൈക്ക് ഒരു നമുക്കൊരു എക്സാം എടുത്താൽ പ്രോബ്ലി 80% മേ ബി ഈസി ടു മോഡറേറ്റ്, 20% ഷുഡ് ബി ചാലഞ്ചിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ 20% ചാലഞ്ചിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നില്ല. ആൻഡ് എന്നോട് ഈ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്റർ, ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം പശു എന്നാണെങ്കിൽ അതിന് പകരം പച്ച എന്ന് എഴുതിയാൽ 1 മാർക്കിന് പകരം 1/2 മാർക്ക് കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. കാരണം രണ്ടിനും പാ ഉണ്ടല്ലോ. അപ്പോ ദിസ് 2 തിങ്സ്, ഒന്ന് ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സിസ്റ്റം വിച്ച് ഡസന്റ് മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗുഡ് അറ്റ് ഓർ വാട്ട് ദേ ആർ ബാഡ് അറ്റ്. രണ്ടാമത്തേത് ഒരു വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു അക്കാഡമിക്സ് അല്ലെങ്കിൽ ഒരു എക്സാം സിസ്റ്റം ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ദാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി ഡിറക്ഷൻലെസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേടി എപ്പോഴും തോന്നാറുണ്ട്. ആണ്, തീർച്ചയായിട്ടും. അതും നേരത്തെ പറഞ്ഞ പോലെ ഹയർ മുകളിലുള്ള ലെയറിലുള്ള ആൾക്കാരെടുക്കേണ്ട ഡിസിഷനാണ് വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഇത് മാറ്റാൻ മാറ്റാനുള്ളതാണ്, ഒരു പ്രയാസമില്ലാതെ മാറ്റാവുന്നതാണ് ഇത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ വ്യവസ്ഥയും ഭരണകൂടങ്ങളും ഒക്കെ അവരവരുടെ പിടിവാശികളും കൊണ്ടുവരികയാണ്. ഇത് വാസ്തവത്തിൽ ഒരുപാട് പേരെ പാസ്സാക്കുന്ന ജനാധിപത്യമൊന്നും അല്ല. വാസ്തവത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അത് ജനാധിപത്യമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ പിടിവാശികൾ ഉള്ള ഭരണകൂടവും രാഷ്ട്രീയമാണ് ഇതിനെ കലക്കി വല്ലാതെയാക്കുന്നുള്ളതാണ്. അതെ, ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ട് അടി കിട്ടാറായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് പറയാതെ വയ്യ എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭരണകൂടത്തിനും എഡ്യൂക്കേറ്റേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അവർക്ക്. ഈ പശുവിനും പച്ചയ്ക്കും പാന്നുള്ളതുകൊണ്ട് മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. നമ്മൾ അറിവ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കുട്ടിയുടെ ആളുടെ ആ അറിവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. ഇത് മോറലി ഇൻകറക്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഇമ്മോറൽ ടു ഡു ദാറ്റ് ആൻഡ് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണം വരുന്നില്ല എന്നുള്ളൂ, ദോഷമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു ദോഷമേ വരുന്നുള്ളൂ, ശരിക്കും അതേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ there are many IQ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഐ ഹാവ് സീൻ ദിസ് മേയേഴ്സ് ബ്രിക്സ് ടെസ്റ്റ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഹൗ കോംപ്രഹെൻസീവ് ഓർ probably how narrow are they? What's your opinion as a scientist? ഇപ്പോഴത്തെ ടെസ്റ്റുകളെല്ലാം അതിനെല്ലാം ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ the more you do you get better എന്നുള്ളതാണ്. ബൈ റെപ്പറ്റേഷൻ. അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. If you repeat something, the brain gets adapted, the brain gets a little bit even better in that case. ഇപ്പം റൂബിക് ക്യൂബ്
ആദ്യമായിട്ട് നമുക്ക് കിട്ടുകയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. പക്ഷെ എന്ന് റൂബിക്ക് ചെയ്യുന്ന ഒരാളാണ് അത് പെട്ടെന്ന് ചെയ്യും. Your brain gets Repetition conditioned. makes you perfect. Yes, of course it gets better. The brain will make the neuron circuits ഉണ്ടല്ലോ, മലയങ്ങൾ അത് അനുസരിച്ച് മാറപ്പെടുകയാണ്. So that should go to the educational system. Yes, if you want to have better, it doesn't mean that they have to be trained all the time, but along with the freedom, they should get proper training on this also. No, my question was a little more specific. ഇപ്പോൾ നമ്മൾ IQ ടെസ്റ്റ് ഉണ്ട് to identify someone's talent. കുറെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉണ്ട് which says that it will like കുട്ടി എങ്ങനെയാണെന്ന്. ഇത്തരം ടെസ്റ്റുകൾക്കൊക്കെ ഒരു സയന്റിഫിക് ബേസിസ്. IQ ടെസ്റ്റിന് വാസ്തവത്തിൽ സയന്റിഫിക് ബേസിസ് ഇല്ല. കാരണം if you're used to IQ test, you can do it better. If you have done so many of them, as you said, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ലീക്ക് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാം. So if you have done many of them, you will be doing better. So it's not measuring the original, the fundamental, So a lot of things are still on parents. On yes, repetition and other things. So the education system should not be based on these kind of things. Education should be, as I said, self-awareness and how much you know about the world, what is going on around the world, and how you would, as a young person, how would you fit to that world? What should I do to fit to the world, current world, and the world which is going to appear before the student in future? ഈ രണ്ട് കാര്യങ്ങളുമാണ് കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായിട്ട്. അതിനുള്ള സിസ്റ്റമാണ് അത്. അവൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ എന്ന് കുട്ടികളെ കൊണ്ട് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ എന്ന് എൻ്റെ മകൾ പറഞ്ഞെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഷീ ഈസ് ഗോയിങ് ടു ഫൈൻഡ് ദ ട്രൂത്ത് എന്നാണ് ഇതിനർത്ഥം. I am going to find, that's your opinion, that means I am going to find what the truth is, or I may not find it, but I will try. അതാണ് അതിൻ്റെ പ്രധാനം. അവിടെയാണ് the crux of the point is there. You give them the freedom to do that, and not even that, you need to give them opportunities to find the truth. There should be material somewhere to find the truth. അപ്പോൾ ഈ IQ ടെസ്റ്റ് പോലത്തെ ഇതൊക്കെ അത് പരിചയമുള്ളവരെ തിരഞ്ഞെടുക്കാനാണ്. കാരണം യു ഹാവ് ടു ട്രെയിൻ ഹിം ഓർ ഹർ to do some of the tests somewhere and get more points and get a job. That's it. And there ends. Yes. I'll come to, we have discussed a lot of topics today. I'll come to one final thing which is more relevant now. Okay. We are going to the world of AI. Yes. There are machines which pass the Turing test now, right? And did it? Many. I don't know. Okay. Yes. No, some people believe yes, some people the Turing test. Fine. Yeah, okay, yes. And anyway, a narrow intelligence, we are traveling towards artificial general intelligence, right? That journey has begun. We don't know when we will reach there. Yes. So, how do you, like, as someone who has like വർഷങ്ങളുടെ ഒരു പതിറ്റാണ്ടുകളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എവിടേക്കാണ് ഒരു ഹ്യൂമൻ കൈൻഡ് പോകുന്നത്? ലൈക്ക് വിൽ വി ബിക്കം എന്താ പറയുക, ഹൗ AI will impact our lives in your opinion? Oh yes, it will impact. It already has impacted us. Of course it does, and it has. The answer is yes and no. Even the big computer companies are coming together to find out എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. So otherwise AI will take over. Yes. അവർ തന്നെ പറയുന്നത് AI may make us just paper clips എന്നുള്ള ഉദാഹരണം അവരെടുക്കാറ്. Because once ഒരു കമ്പ്യൂട്ടറിന് സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തി വന്നെങ്കിൽ അപകടകരമാണത്, തീർച്ചയായും അപകടകരമാണ്. അതെ, ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം എന്തോ കമ്പ്യൂട്ടറിൽ എന്തൊരു മാനുഫാക്ചർ വന്ന് ഒരുപാട് എയർപോർട്ട് വർക്ക് ചെയ്തില്ല. Even ഞങ്ങളുടെ ഓഫീസ് ലൈക്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഷട്ട് ഡൗൺ ഫോർ 2 days. പല രാജ്യങ്ങൾ കൂടുതൽ എഫക്ട് ചെയ്തു. ലുക്ക് അറ്റ് ദാറ്റ്. എന്തൊരു ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഒരു ഭരണാധികാരി വിചാരിച്ചാൽ ലോകത്തെ മുഴുവൻ ചിലപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും. സപ്പോസ് സം ലീഡർ ഓഫ് ദ വേൾഡ് he or she can take over the banking system of the whole world because the AI can do it. The whole banking system.
could be ഒരാളുടെ കൺട്രോൾ ബാങ്കിങ് സിസ്റ്റം ഇംപെൻഡിങ് ഡിസാസ്റ്റേഴ്സ് ഒരുപാടുണ്ട് എക്ക്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഞാനതിനെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എയുടെ ടോപ്പുള്ള ഒരു 10-12 പേര് ഒരുമിച്ച് ചേർന്ന് ഒപ്പുവെച്ച് ഒരു അതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ പോകണം എന്നുള്ള അൾട്ടിമേറ്റ്ലി ഇത് ഹ്യൂമൻ ബെറ്റർമെൻറ്റിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളത്. അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. AI വിൽ ടേക്ക് ഓവർ എന്നുള്ളത് അവർക്കെല്ലാവർക്കും പേടിയുണ്ട്. അത് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഇവരെല്ലാവരും കൂടെയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു നേച്ചർ മാഗസൈനിൽ കഴിഞ്ഞ കൊല്ലം. ഈ ടോപ്പ് ആൾക്കാരെല്ലാവരും കൂടെ ഉള്ളത് AI എങ്ങനെ കൺട്രോൾ, തീർച്ചയായും ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. യെസ്, മെഷീൻ. കാരണം ഇഫ് ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ടേക്ക് ഓവർ. It's possible. It has taken over. Because നമ്മളിപ്പോൾ തന്നെ കംപ്ലീറ്റ് AI ഉപയോഗിക്കുകയാണ്. നമ്മൾ ഒരു തട്ടുകടയിൽ നിന്ന് ചായയും വടയും കഴിച്ചെങ്കിൽ തന്നെ ഉടനെ അയാളൊരു QR കോഡാണ് നമ്മുടെ നേരെ നീട്ടുന്നത്. AI അവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ AI ഉപയോഗിക്കുന്നില്ല. പലരും പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ബാങ്കിൽ ഉള്ള ഈ ഗൂഗിൾ പേ അല്ല, യു നോ ഇറ്റ് ബെറ്റർ ദാൻ ഐ നോ. യെസ്, മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും they are taking our data and they are trying to taking patterns out of it. And even the GPS system ഒക്കെ അപ്പം മനുഷ്യർ വളരെ പെട്ടെന്ന് there is a betterment happening. Yes, there's a positive big revolution happening at the same time. ഇത് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞാൽ കേൾക്കും എന്നറിയാൻ വയ്യ. വി ഡോണ്ട് നോ ഹൗ തിങ്സ്. സോ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രസിഡന്റും എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ. ഞങ്ങളറിയാൻ വയ്യ ബാക്കി തന്നെ. ബിക്കോസ് ലൈക്ക് ഇലോൺ മസ്ക് is support. അങ്ങനെയൊക്കെ ഉള്ള ഇഫ് എന്നുള്ള ഇതിലിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. Me and you, like that. Definitely. Yeah, but പക്ഷേ ഇതൊരു വലിയൊരു ജങ്ചറാണ്. In human society evolution, we are at a juncture now, a huge juncture. Very far right. Yes. With all technical prowess. Yeah, we don't know where this would go. Of course, this is part of the life because AI, ഇപ്പോൾ മെഡിസിൻ മുഴുവൻ AI ഏറ്റെടുത്തിരിക്കുകയാണ്. There's no need of a doctor. You can wear a device on you. So doctor, you don't even need a doctor now. AI doctor will see you first before the regular. So that is where we are. So we have to be updated, right? True. At the same time, it should be regulated and it should be used ethically. Who will regulate? Yes. ഇക്കാര്യത്തിൽ ലോകം ഒന്നിച്ച് വരേണ്ടതും കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള ചലഞ്ചുകളിലാണ് നമ്മളിപ്പോൾ. യെസ്. Okay, so we have discussed about a lot of topics and I think it was a very nice discussion, especially good പാരൻസിനും സ്റ്റുഡൻസിനും കുറച്ചൊരു നമ്മളൊരു അമേരിക്കൻ സിസ്റ്റംസിനെ കുറിച്ചും അവിടെ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ആൻഡ് ഓൾസോ ഫ്രം എ പെർസ്പെക്റ്റീവ് ഓഫ് സയൻസ് വാട്ട് വി ഷുഡ് like think about our kids, right, for their future. Yes, but I don't think anybody would take it like that the American system is the best system. Yeah, no, yeah. I'm not saying that at all. American system. Yes, I can understand. ഞാൻ comparison പറഞ്ഞതേ ഉള്ളൂ. And what goodness we should take from India should have its own system എന്നുള്ളതാണ്. Yes, I agree. അത് പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ഒരു രാജ്യത്തെ അനുകരിക്കേണ്ട ഒരു കാര്യമില്ല. ശരിയാണ്. Okay, so thanks a lot, sir. And thanks for coming here. Thanks for thank you giving your time. Okay, we'll see again with other people and thanks you. Bye.